ദമയന്തിയുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ സ്വയംവരത്തിന് വരുന്നുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങളെ ആരെയെങ്കിലും ദമയന്തി വിവാഹം കഴിക്കണമെന്നും അങ്ങ് ദമയന്തിയെ അറിയിക്കണം. ഇതാണ് ഞങ്ങൾക്ക് അങ്ങയോട് പറയുവാനുള്ള ദൂത്. ഇന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ട് നളൻ സ്തബ്ധനായിപ്പോയി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദേവന്മാരെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മൾ എല്ലാവരും ഒരേ കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടവരാണ്. അതുകൊണ്ട് എന്നെ ഈ കാര്യത്തിന് ദൂതനാക്കി വിടരുത്. ഞാൻ ദമയന്തിയെ ഏറെ പ്രണയിക്കുന്നുണ്ട്. എന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിക്കുവാൻ ഞാൻ എങ്ങനെ പറയും? അതുകൊണ്ട് ദയവായി എന്നെ ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയാലും. നളന്റെ ഈ വാക്കുകൾ കേട്ട് ഇന്ദ്രൻ പറഞ്ഞു: ആദ്യം ചെയ്യാമെന്നേറ്റിട്ട് പിന്നീട് അതിനെ നിഷേധിക്കുന്നത് സത്യവാനായ അങ്ങേക്ക് യോജിച്ചതാണോ? അതുകൊണ്ട് അല്പം പോലും മടി കൂടാതെ ഞങ്ങൾ പറഞ്ഞ കാര്യം അങ്ങ് ചെയ്യുക. ഇത് കേട്ട് നളൻ വലിയ ധർമ്മസങ്കടത്തിലായി. ഇനി എന്താണ് ചെയ്യുക? എങ്കിലും നളൻ ദേവന്മാരോട് ഇപ്രകാരം ചോദിച്ചു: ദേവന്മാരെ, ശരി, ഞാൻ നിങ്ങളുടെ സന്ദേശവാഹകനായി ദമയന്തിയുടെ അരികിലേക്ക് പോകാം. എന്നാൽ എല്ലായിടത്തും ഭടന്മാർ കാവൽ നിൽക്കുന്ന അന്തഃപുരത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് തടസ്സം കൂടാതെ പ്രവേശിക്കുന്നത്? നളന്റെ ഈ സംശയം കേട്ട് ദേവന്മാർ പറഞ്ഞു: ഞങ്ങളുടെ അനുഗ്രഹം കൊണ്ട് അതിന് വിഷമമുണ്ടാവുകയില്ല. അങ്ങനെ നളൻ ദമയന്തിയുടെ അന്തഃപുരത്തിലേക്ക് പുറപ്പെടുന്നു. താമസിയാതെ വിദർഭ രാജാവിന്റെ കൊട്ടാരത്തിൽ നളൻ എത്തിച്ചേർന്നു. ആരും കാണാതെ അന്തഃപുരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അവിടെ തോഴിമാരോടൊപ്പം അതായിരിക്കുന്നു തന്റെ ദമയന്തി. ദമയന്തിയെ കണ്ടപ്പോൾ നളന്റെ മനസ്സ് പ്രണയാർദ്രമായി, ചഞ്ചലമായി. എങ്കിലും തന്റെ മനസ്സിനെ നളൻ നിയന്ത്രിച്ചു. ദമയന്തിയുടെ മുന്നിൽ ചെന്നു നിന്ന നളനെ വളരെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ രാജകുമാരിയും തോഴിമാരും വല്ലാതെ പരിഭ്രമിച്ചുപോയി. എങ്കിലും അത് നളനാണെന്ന് ദമയന്തിക്കോ തോഴിമാർക്കോ മനസ്സിലായില്ല. നളന്റെ സൗന്ദര്യം കണ്ട് ദമയന്തി ചോദിച്ചു: അങ്ങ് ആരാണ്? സർവാംഗ സുന്ദരനായ അങ്ങ് ദേവനോ ഗന്ധർവനോ അതോ മനുഷ്യനോ? ആരാണെന്ന് പറഞ്ഞാലും. എങ്ങനെയാണ് ഇത്രയും സുരക്ഷിതമായ ഈ അന്തഃപുരത്തിൽ എന്റെ പിതാവിന്റെ സംരക്ഷണത്തെ ഭേദിച്ച് എത്തിച്ചേരുവാൻ അങ്ങേക്ക് സാധിച്ചത്? എന്തിനാണ് അങ്ങെന്റെ അരികിലെത്തിയത്? ദമയന്തിയുടെ ഈ വാക്കുകൾ കേട്ട് നളൻ പറഞ്ഞു: അല്ലയോ സുന്ദരി, ഞാൻ നളനാണ്. ദേവന്മാരുടെ ദൂതനായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ പ്രഭാവം കൊണ്ടാണ് ആരും കാണാതെ ഒരു തടസ്സവും കൂടാതെ എനിക്ക് ഈ അന്തഃപുരത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചത്. ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ എന്നീ ദേവന്മാർ ഭവതിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ദേവന്മാരിൽ ഒരാളെ നീ വിവാഹം കഴിക്കണം. ഈ വിവരം ഭവതിയെ അറിയിക്കുവാൻ ഒരു ദൂതനായി എന്നെ അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആലോചിച്ച് ഇഷ്ടം പോലെ ചെയ്യുക. നളനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ദമയന്തിക്ക് സന്തോഷം അടക്കുവാനായില്ല. പ്രാണനാഥ, ഞാൻ വളരെ കാലമായി അങ്ങയെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. എന്നെയും എൻ്റെ സർവ്വധനങ്ങളും എല്ലാം ഞാൻ അങ്ങേക്കായി സമർപ്പിച്ചിരിക്കുന്നു. അങ്ങെന്നെ സ്നേഹിക്കണം, സ്വീകരിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. അല്ലെങ്കിൽ ഞാൻ ജീവൻ ഉപേക്ഷിക്കും, അത് തീർച്ച. ദമയന്തിയുടെ ഈ വാക്കുകൾ കേട്ട് നളൻ പറഞ്ഞു: അല്ലയോ രാജകുമാരി, ദേവന്മാർ പോലും നിന്നെ വശീകരിക്കുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ കേവലം ഒരു മനുഷ്യനായ എന്നെ എന്തിനാണ് ഭവതി സ്വീകരിക്കുന്നത്? അസുലഭമായി ഭവതിക്ക് കൈവന്ന ഈ ഭാഗ്യത്തെ രാജകുമാരി എന്തിനാണ് തിരസ്കരിക്കുന്നത്? നളന്റെ ഈ വാക്കുകൾ കേട്ട് ദമയന്തി പറഞ്ഞു: ഞാൻ എല്ലാ ദേവന്മാരെയും നമസ്കരിച്ചുകൊണ്ട് പറയുന്നു, അങ്ങയെ മാത്രമേ ഞാൻ ഭർത്താവായി സ്വീകരിക്കുകയുള്ളൂ. ഇത് സത്യമാണ്.